ദൈവം നിങ്ങളെ സ്തോത്രം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ലൂക്കോസ് 10-ാം അധ്യായം നിങ്ങൾ വായിച്ചിട്ട് വരുമ്പോൾ അതിനകത്ത് മറിയ, മാർത്ത ഈ രണ്ട് വ്യക്തികളെ കാണാൻ പറ്റും. അവരുടെ വീട്ടിൽ സ്തോത്രം യേശുവിനെ സ്വീകരിച്ച് യേശു ആ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ആഹാരം വേണമെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ മാർത്ത പെട്ടെന്ന് വെപ്രാളപ്പെട്ട് ഓരോന്ന് ഒരുക്കുന്നു. മറിയ യേശുവിൻ്റെ അടുക്കലിരിക്കുന്നു. യേശു സ്വർഗരാജ്യത്തെക്കുറിച്ച് വചനങ്ങളെ പ്രസംഗിക്കുന്നു. ശ്രദ്ധിച്ചു കേട്ടോ. സ്വർഗരാജ്യത്തിൻ്റെ വചനം ആ ഭവനത്തിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ പെട്ടെന്ന് മാർത്തയുടെ മൈൻഡ് മാറി. മാർത്ത ഓടി വന്ന് പറയണു, മറിയെ കുറച്ച് നേരത്തേക്ക് ഞങ്ങളുടെ കൂടെ ഒന്ന് വിടാൻ. യേശു പറഞ്ഞു, അവൾ നല്ല അംശം തിരഞ്ഞിരിക്കുന്നു. എന്ത് കാരണം? എന്തിനാണ് ഇപ്പോൾ സ്തോത്രം ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്? നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച് നോക്ക്. ഞായറാഴ്ച ചർച്ചിൽ വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ക്ഷീണം, വല്ലാത്തൊരു ഉറക്കം, വല്ലാത്തൊരു ബുദ്ധിമുട്ടും ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടി വി കാണാനോ മൊബൈൽ നോക്കാനോ ഒരു പ്രശ്നവും നമുക്കില്ല. പക്ഷേ ഞായറാഴ്ച സഭയിൽ വരുമ്പോൾ മാത്രം ഭയങ്കര അസ്വസ്ഥതകൾ, ഭയങ്കര തലകറക്കം, ഭയങ്കര ഉറക്ക ക്ഷീണം. എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ജഡത്തിന് വചനം കേൾക്കുന്ന താല്പര്യമില്ല. സ്തോത്രം. അതേപോലെ നിങ്ങൾ ദൈവനാമത്തിൽ സഭയിൽ വന്ന് ആരാധിച്ച് അല്പം ഒന്ന് കണ്ടുറങ്ങുമ്പോൾ പ്രസംഗിക്കുന്ന പാസ്റ്റ് പറയും, ഒന്ന് ഉണർന്നിരിക്കേ. കാരണം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പ്രസംഗിക്കുന്ന പാസ്റ്ററിൻ്റെ വചനം അവിടെ ഇരിക്കുന്ന മുഴുവൻ പേരുടെ ഹൃദയത്തിൽ വരുമെന്ന് സാത്താൻ അറിയാം. സ്തോത്രം. സാത്താൻ അത് നന്നായിട്ട് അറിയാൻ പറ്റും. ഉടനെ തന്നെ അവൻ ചെയ്യുന്ന ഒരു പണി എന്തറിയാമോ? അതിനെ ബ്ലോക്ക് ചെയ്യും. എങ്ങനെ? നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ടത്, മാർത്തയും മറിയയും അതുവരയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് മാർത്തയ്ക്ക് തോന്നി ഫുഡ് ഉണ്ടാക്കണം, നല്ല ഫുഡ് കൊടുക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അത് തെറ്റല്ലല്ലോ. സാത്താൻ അവിടെ പിടിച്ച്. എന്നാൽ മറിയം ദൈവവചനം കേൾക്കാൻ തൻ്റെ യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുമ്പോൾ മാർത്തയും കൂടി ഇരിക്കണമായിരുന്നു. ഇതുപോലെയാണ് നമ്മൾ പല ഭവനങ്ങളിലും നമ്മൾ ഒരു ദൈവദാസനെ വിളിച്ച് പ്രസംഗിക്കാനോ പ്രയറിനോ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ 3 പേര് കാണും, 2 പേർക്ക് ഒട്ടനെ എന്തെങ്കിലും അത്യാവശ്യം വരും, ഇറങ്ങിപ്പോക്കളയും. ഇല്ലെങ്കിൽ സ്തോത്രം നമ്മുടെ ഭവനങ്ങളിൽ കൊച്ചു കുഞ്ഞുങ്ങളെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവദാസന് ദൈവം കൊടുത്ത വചനത്തെ ബ്ലോക്കാക്കും. എന്നിട്ട് പെട്ടെന്ന് അങ്ങേർക്ക് ദേഷ്യം ഉണ്ടാകും. ആ ദേഷ്യത്തിൽ കൂടി പിന്നെ പ്രസംഗിക്കുന്നത് യഥാർത്ഥത്തിൽ അതൊരു ആത്മീയ പ്രസംഗമല്ല. ഞാൻ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താൻ പറയണമല്ല. ഈ വചനം നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ച് പഠിച്ചു നോക്കണം. അത് ബ്ലോക്കായി. യേശു പിന്നെ സംസാരിക്കുന്നത്, മറിയെ നല്ല അംശം തിരഞ്ഞെടുത്തു. മാർത്ത നീ എന്തുകൊണ്ട് നല്ല അംശം തിരഞ്ഞെടുക്കുന്നില്ല? അതുവരയ്ക്കും അതിനകത്ത് ഭയങ്കര ആഴമായി യേശുപ്പച്ചൻ വചനം സംസാരിക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾ യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം വായിച്ചു നോക്കണം. അവിടെയും യേശു എവിടെയെല്ലാം സ്വർഗരാജ്യത്തെ പ്രസംഗിക്കുന്നുണ്ടോ, അഭിഷേകത്താൽ പ്രസംഗിക്കുന്നുണ്ടോ, അവിടെ എല്ലാം ഈ ശാസ്ത്രിമാരും ന്യായശാസ്ത്രിമാരും ഇവന്മാരെല്ലാം വന്ന് അതിനെ തടസ്സപ്പെടുത്തും. അവിടുത്തെ ജനങ്ങൾ സ്തോത്രം ഇവന്മാരെ റബ്ബി എന്ന് വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. യേശു വന്നതിന് ശേഷം സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ബോധവും സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള വചനവും നിങ്ങൾ മരിച്ചാൽ എവിടെയാണ് പോകേണ്ടതെന്നുള്ള ആ ഒരു ബോധം ഇവരുടെ മണ്ടയിൽ വന്നപ്പോൾ മോശയുടെ ന്യായപ്രമാണം പഠിക്കുന്ന വ്യക്തികൾ യേശുവിനെതിരായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ സഭകളിൽ, നാളെ ഞായറാഴ്ച സഭകളിൽ പ്രസംഗിക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ, നല്ല ഫ്ലോ ആയിട്ട് വചനം വരും, പകുതിച്ച് കട്ടാവും. ഏതെങ്കിലും ഒരു കൂതറ പിശാച് ഇളവും. സ്തോത്രം. ഇളവി അവിടെ എല്ലാം അലങ്കോലപ്പെടുത്തി ആ അഭിഷേകത്തിൻ്റെ ഒഴുക്കിനെ വേറൊരു ലെവലിലേക്ക് എടുക്കും. ഞാനിത് പറയുന്ന എന്തിനെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഒരു വ്യക്തി മാനസാന്തരപ്പെടണമെങ്കിൽ യേശുപ്പച്ചൻ്റെ വചനം കേട്ടേ പറ്റൂ. വചനമാണ് നിന്നെ മാനസാന്തരപ്പെടുത്തുന്നത്. അത് സമ്മതിക്കാതെ സാത്താൻ നിന്റെ ജഡത്തിൽ നിന്നെ പ്രവർത്തിക്കണമെങ്കിൽ നീയാണ് അതിനെ ജയിക്കേണ്ടത്. കാരണം കർത്താവിൻ്റെ വചനം പറയുന്നത്, പാമ്പുകളെയും തേളികളെയും ശത്രുവിൻ്റെ സർവ്വബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. 2, ഈ 70 പേരെയും യേശു തിരഞ്ഞെടുത്തപ്പോൾ ഇവരാരും അങ്ങോട്ട് ചോദിക്കുന്നില്ല, ഞങ്ങൾക്ക് അവിടുത്തെ ഗ്രാമങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അറിയണം, അവിടെ ഞങ്ങൾക്ക് ആരും പരിചയമില്ല, ഫോൺ നമ്പർ വേണം, ഇതൊന്നും അവർ കേട്ടേന്നുമില്ല. അവർ യേശു പറഞ്ഞത് കേട്ട് അവർ സഞ്ചരിച്ചപ്പോൾ അവരെ നയിച്ചതാരെന്നറിയോ? പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നയിച്ചത് കൊണ്ടാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്തോത്ര പുത്രനാകുന്ന യേശുവിൻ്റെ അടുക്കൽ പറഞ്ഞത്, യേശുവേ
നിന്റെ നാമം പറഞ്ഞപ്പോൾ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കാൽ കീഴും. യേശു പറഞ്ഞ ആകാശത്തിൽ നിന്ന് മിന്നൽ പോലെ മിന്നൽ താഴേക്ക് വീഴുന്നത് ഞാൻ കണ്ടു. അങ്ങനെയാണെങ്കിൽ സഭാ ശുശ്രൂഷകനായിരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാ പറയുന്നത്, നിന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്, ഒരു യേശുവുണ്ട്. അത് ഞാനായിരുന്നാലും ശരി തന്നെ. കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ച വചനം എന്ത് തടസ്സം വന്നാലും യേശുവിൻ്റെ നാമത്തിൽ അതിനെ ശ്വാസിച്ചിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒഴുക്ക് നമ്മുടെ സഭയിൽ വന്നേ പറ്റൂ. പരിശുദ്ധാത്മാവിൻ്റെ ആ പവർ നമ്മുടെ സഭകളിൽ വന്നേ പറ്റൂ. കാരണം മ്ലേച്ഛ ചിന്തകൾ കൊണ്ടിട്ട് നമ്മുടെ സഭയിലിരിക്കുന്ന ഒരുമാതിരിപ്പെട്ട ആൾക്കാരുടെ മൈൻഡിനകത്ത് ഈ സാത്താൻ കയറി വചനം ശ്രദ്ധിക്കാതെ ഇരിപ്പാൻ, അയ്യോ ഗ്യാസ് അണച്ചില്ലാട്ടോ, വീട് കുറ്റിയിട്ടുണ്ടോ, ഇന്നാണ് ചിട്ടിക്കാരനും വരും, ഞാൻ പൈസയും വെച്ചില്ല, മോളെടുത്ത് കൊടുത്തില്ല. കണ്ട എന്ത് കാരണം? അവനറിയാം നിങ്ങളെ എങ്ങനെ വചനം കേൾക്കാതെ തെറ്റിക്കണമെന്ന് അവനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പറയുന്നു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. നമ്മൾ അതുപോലെയാകും. ദൈവവചനത്താൽ ഈ വാക്കുകൾ നിങ്ങൾ ബലപ്പെടുത്തട്ടെ. ആരെയും ചീളാക്കാനോ കൊച്ചാക്കാനോ പറഞ്ഞൊന്നുമല്ല. ഞാൻ വീണ്ടും പറയുന്നു, സഭകളിൽ ആത്മാവിൻ്റെ ഒഴുക്കിൽ വരുന്ന വചനത്തെ ബ്ലോക്ക് ചെയ്യുന്ന ചില സ്പിരിറ്റുകളുണ്ട്. ഇന്നു മുതൽ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക, ആ ബ്ലോക്കിനെ പൊട്ടിക്കുക. അഭിഷേകത്താൽ ഒരു സഭകളിലും ജനം നിറയട്ടെ, പുതിയ ആത്മാക്കൾ വരട്ടെ. ആ പവറോടുകൂടി നിങ്ങളുടെ ഭവനത്തിൽ ചെന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കുടുംബത്തെ തിരിച്ചു പിടിക്കുവാൻ ഒരു അഭിഷേകം ദൈവം നിങ്ങൾക്ക് തരും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.